ഇതാണ് സാക്ഷാൽ ഛത്രപതി ശിവാജി മഹാരാജ്. ഇത് പൂനെ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളുടെ മുംബൈ യാത്ര, മുംബൈ വ്ളോഗ്സ് തുടങ്ങുന്നത് നമ്മളുടെ പൂനെയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഒരു ട്രെയിൻ പിടിച്ചാണ്. വലിയ പ്രീ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് നമ്മളുടെ ഈ ഒരു മുംബൈ ട്രിപ്പ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ജസ്റ്റിന് കിട്ടി എന്ന് മാത്രം, സ്ലീപ്പർ ടിക്കറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്കലിൽ പിടിച്ച് കയറി അള്ളിപ്പിടിച്ച് പോകേണ്ട അവസ്ഥ വന്നേനെ. നമ്മളുടെ ബെർത്ത് നമ്മൾ കണ്ടുപിടിച്ചു, അവിടെ ആരും കയ്യേറിയിട്ടില്ല. ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഛത്രപതി ശിവാജി ടെർമിനസ് മുംബൈയിലെ ആണ് എന്നുണ്ടെങ്കിലും പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പായിട്ടുള്ള ദാദറിൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. ചില ടെക്നിക്കൽ ഇഷ്യൂസ് ട്രെയിനിനുള്ളതുകൊണ്ട് അവർ നമ്മളെ ഇൻഫോം ചെയ്തിരുന്നു, നിങ്ങൾക്കപ്പോൾ ഇവിടെ നിന്ന് ഏത് ട്രെയിനും വേറെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാതെ ഏത് ലോക്കൽ ട്രെയിനിലും കയറി നിങ്ങൾക്ക് അവിടെ എത്താം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ഏറ്റവും തിരക്കുള്ള ഒരു സാധനമായിട്ട് ഇവിടുത്തെ ഈ ലോക്കൽ ട്രെയിൻ എന്ന് പറയുന്ന സാധനം. ഇന്ന് അവധി ദിവസമാണ്, ഞങ്ങൾ പോയത് കൊണ്ട് മാത്രമാണ് ഇത്രയും തിരക്ക് കുറഞ്ഞ് നമുക്ക് ലാവിഷായിട്ട് സ്ഥലമൊക്കെ കിട്ടി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് കയറാനായാലും ഇറങ്ങാനായാലും ആൾക്കാരുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് എന്നുള്ളത് ബോംബെ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക്, ഈ ട്രെയിനിൽ പോയവർക്ക് അറിയാവുന്ന ഒരു പരമസത്യം തന്നെയായിരിക്കും. അങ്ങനെ മുംബൈയിൽ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ആ ലോക്കൽ ട്രെയിനിലും കയറാൻ സാധിച്ചു. നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ഒരു ചെറിയൊരു എഫേർട്ടിന് ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് സാക്ഷാൽ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതിയൊക്കെ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തൂട്ടോ. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻജിനീയറിംഗ് ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് പണി കഴിപ്പിച്ചു എന്നുള്ളത് വലിയൊരു ആശ്ചര്യം തന്നെയാണ്. കാരണം ഒരുപാട് ഏരിയയാണ് നമുക്ക് തൂണുകളൊന്നുമില്ലാതെ ആ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അവിടെ പോയി കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു പൂർണ്ണത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അവിടെ നമുക്ക് പ്ലാറ്റ്ഫോമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 10-14 വരെ എണ്ണി. പക്ഷേ ബാക്കി എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ ആലോചിച്ച് വെച്ചു, പക്ഷേ മറന്നുപോയി. സ്റ്റേഷന് പുറത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബസ് സർവീസ് വളരെ തുച്ഛമായ വിലയിൽ ലഭിക്കുന്നുണ്ട്. അവിടുന്ന് നമുക്ക് താജ് ഹോട്ടലിലേക്കായാലും നിയർ ബൈ ഏത് ഡെസ്റ്റിനേഷൻസിലേക്കും വേണ്ട ഇഷ്ടംപോലെ ബസ്സുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് ട്രാവൽ മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇന്ത്യ ഗേറ്റും താജ് ഹോട്ടലും ഈ താജ് മഹൽ, ഈ ഒരു അമ്പരചുംബിയായിട്ടുള്ള ഈ ഒരു ടവറും ഇതെല്ലാം ഒരേ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യം. താജ് ഹോട്ടലിനോട് അടുത്ത് തന്നെ കിടക്കുന്ന ഈ അമ്പരചുംബിയായി നിൽക്കുന്ന ഈ താജ് മഹൽ ടവറിൽ ഏകദേശം 24 നിലകളുണ്ട്. ദ ഗ്രേറ്റ് താജ് ഹോട്ടൽ കാണാൻ പോകുമ്പോൾ ഈ താജ് മഹൽ ടവറും കാണാൻ സാധിക്കുന്നത് ഒരു ബോണസാണ്. അപ്പോൾ നമ്മൾ താജ് ഹോട്ടലിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച ശേഷം നമുക്ക് അടുത്ത ലൊക്കേഷനായിട്ട് നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാമെന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ഒരുപാട് മലയാള സിനിമകളിലായാലും ഹിന്ദി സിനിമകളിലായാലും കാണുന്ന ഒരു സംഭവമായിരിക്കും ഇങ്ങനെ ഒരുപാട് പ്രാവുകൾ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നതും അവയ്ക്ക് തീറ്റ കൊടുക്കുന്നതും അതൊരുമിച്ച് പറന്നു പോകുന്നതും. ഇത് കാണാൻ വളരെ മനോഹരമായിട്ട് നല്ല കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ആരൊക്കെയോ വന്ന് തീറ്റ കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് കയറി. ഈ താജ് ഹോട്ടലിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ രീതിയും കാര്യങ്ങളൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ചെയ്തെടുത്തു എന്ന് കാണുമ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ അതേപോലെയുള്ള ഒരു വണ്ടർ ഫീൽ തന്നെയാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ അനുഭവപ്പെട്ടത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണുമ്പോൾ ഇത് 2008 ആ ഒരു വെടിവെപ്പ് സംഭവങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരും. 10ഓളം വരുന്ന ലഷ്കർ ഇ തായിബ ഭീകരർ ഓടി നടന്ന് കണ്ണിൽ കാണുന്നവരെല്ലാം തുര വെടിവെച്ച് കൊലപ്പെടുത്തിയ ആ ഒരു ഭീകര ദൃശ്യങ്ങൾ അന്ന് TV-യിൽ ടെലികാസ്റ്റ് ചെയ്തത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ചോര വീണ അല്ലെങ്കിൽ മരണം പുലുകിയ ഈ മണ്ണിലൂടെയാണല്ലോ ഞാനിപ്പോൾ ചവിട്ടി നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ നൊമ്പരം അനുഭവപ്പെടും. അന്ന് 2008 മുംബൈ ഭീകരാക്രമണത്തിൽ 150-ലേറെ പേർക്ക് മരണം സംഭവിച്ചെന്നും 300-ലേറെ പേർക്ക് പരിക്കുകൾ സംഭവിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും താജ് ഹോട്ടലിൽ അന്ന് മരണപ്പെട്ട അവിടുത്തെ ആ എംപ്ലോയീസിന് താജ് ഹോട്ടലിൻ്റെ ഓണേഴ്സായിട്ടുള്ള ടാറ്റ ടീം ഇത്രയും വർഷമായിട്ടും ആ സ്റ്റാഫ് എല്ലാവരും ഇപ്പോഴും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കരുതി റെഗുലർലി സാലറി കൃത്യമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ടാറ്റ കമ്പനി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അപ്പോൾ ഈ താജ് ഹോട്ടലിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അത് നമ്മളുടെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.